Hi, welcome back once again for the chapter Ecosystem in OG series. മക്കളെ കിഡിലൻ ചാപ്റ്ററാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ വർഷവും 3 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ചില വർഷങ്ങളിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറയുന്നു മാത്രം. നമുക്ക് ആദ്യം ഇതിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങളിൽ 4 പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ് ഈ 4 പാർട്ട്? ഒന്ന്, ഏതൊക്കെ ടൈപ്പ് എക്കോസിസ്റ്റം ഉണ്ട്. രണ്ടാമത്തത്, എക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെ. മൂന്നാമത്തത്, എക്കോസിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് എങ്ങനെ. നാലാമത്തത്, എക്കോളജിക്കൽ പിരമിഡുകൾ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എക്കോസിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ നോക്കിയാലോ. എക്കോസിസ്റ്റത്തിന്റെ ഡെഫിനിഷത്തെ കുറിച്ച് പറയുന്നത് എന്താ? അതൊരു ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ലിവിങ് ഓർഗാനിസംസ് തമ്മിലും അതേപോലെ ചുറ്റുപാടുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ. അപ്പൊ ജീവികൾ തമ്മിലും അതേപോലെ ചുറ്റുപാടുകളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, ഇതല്ലേ യഥാർത്ഥത്തിൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്? യെസ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് എക്കോസിസ്റ്റം ഉണ്ട് എന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ ബേസിക്കലി 2 തരത്തിലുള്ള എക്കോസിസ്റ്റത്തെ കുറിച്ചാണ് പറയാം. ഒന്ന് മനുഷ്യനിർമ്മിതമായ എക്കോസിസ്റ്റം ഉണ്ട്, മാൻമെയ്ഡ്. മറ്റൊന്ന് നാച്ചുറൽ എക്കോസിസ്റ്റം. അതിൽ മാൻമെയ്ഡ് എക്കോസിസ്റ്റമാണ് ഈ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ക്രോപ്പ് ലാൻഡ് ഉണ്ട്, എക്വേറിയം ഉണ്ട്. അതിൽ ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റം അല്ലേ എക്വേറിയം. തൊട്ടാ പൊട്ടിയിലെ ഒന്ന് തള്ളിയിട്ടാൽ പോലെ കഴിഞ്ഞില്ലേ. അതേസമയം നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ഉണ്ട്, അക്വാട്ടിക് എക്കോസിസ്റ്റം ഉണ്ട്. അതിൽ നാച്ചുറൽ ആ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ നമുക്ക് ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, ഇതൊക്കെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ്. അതേസമയം അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകം നോക്ക്, മെറൈൻ ഉണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്. അതിൽ ആ മെറൈനിൽ ആരൊക്കെ വരും നോക്ക്? സാധാരണ ഓഷ്യൻസും അതേപോലെ തന്നെ സീ എല്ലാം അതിലല്ലേ വരിക. ഫ്രഷ് വാട്ടറിൽ നോക്ക്, റിവർ, ലേക്ക്, പോണ്ട്, പൂള്, അതെല്ലാം അതിൻ്റെ അകത്താണ് വരിക. എസ്റ്റുറി എവിടെയാണ് വരിക എന്ന് എപ്പോഴും ചോദ്യം വരും. അഴിമുഖം, അത് നിശ്ചയമായിട്ടും മറൈൻ എക്കോസിസ്റ്റത്തിലാണ് വരിക. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ കോമ്പോണൻസ് ആണ് എക്കോസിസ്റ്റത്തിലുള്ളത്. 2 കോമ്പോണൻസ് ഉണ്ട്. ഒന്ന് എബയോട്ടിക് കോമ്പോണൻസും ഒന്ന് ബയോട്ടിക് കോമ്പോണൻസും. അതിൽ എബയോട്ടിക് കോമ്പോണൻസിൽ ടെമ്പറേച്ചർ ഉണ്ട്, വാട്ടർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, സോയിൽ ഉണ്ട്, മറ്റ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉണ്ട്. സോയിലിനെയാണ് ഈ എഡാഫി ഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. ബയോട്ടിക് കമ്പോണൻസിലൊക്കെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട്. അപ്പൊ കോമ്പോണൻസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഒരു എക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചറാണ്. അപ്പൊ എക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചർ NCERTയിലുള്ള സ്ട്രക്ചറിനെ ഞാൻ ഒരു പെർട്ടിക്കുലർ ഐഡിയയിലേക്ക് മാറ്റി ഞാനൊരു നമ്പർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ 5 ആയിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തു. അതിൽ ഏറ്റവും ആദ്യം ഞാൻ ഹാബിറ്റാറ്റിനെ കുറിച്ചാണ് പറയാം. അതായത് ഏതൊരു എക്കോസിസ്റ്റത്തിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്, ഒരു വാസസ്ഥലം, അവിടെയാണ് ലിവിങ് ഓർഗാനിസംസ് കാണുന്നത്. അപ്പോൾ ആ ഹാബിറ്റാറ്റ്, ഇപ്പോൾ ഡെസേർട്ട് ആണെങ്കിൽ മണലിൽ, ഓഷ്യൻ ആണെങ്കിൽ ആ സാൾട്ട് വാട്ടറിൽ, ഇങ്ങനെ ഓരോ എക്കോസിസ്റ്റത്തിനും ഒരു ഹാബിറ്റാറ്റ് ഉണ്ട്. അടുത്തത് സ്പീഷീസ് കോമ്പസിഷൻ ആണ്. ആ എക്കോസിസ്റ്റത്തിലുള്ള ജീവികൾ ഏതൊക്കെ ടൈപ്പ് കണ്ടോ? ഐഡന്റിഫിക്കേഷൻ ആൻഡ് എന്യൂമറേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ്. അപ്പോൾ ആ എക്കോസിസ്റ്റത്തിലുള്ള വിവിധ തരത്തിലുള്ള പ്ലാന്റ്, ആനിമൽ സ്പീഷീസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് സ്പീഷീസ് കോമ്പസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത് നോക്ക്, സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് ഈ സ്ട്രാറ്റിഫിക്കേഷൻ? അതായത് തട്ടായിട്ട് ഡിഫറെന്റ് ലെവൽസിലുള്ള ജീവികളുടെ അറേഞ്ച്മെന്റിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്ട്രാറ്റിഫിക്കേഷൻ നോക്ക്, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഒക്കുപ്പൈങ് ഡിഫറെന്റ് ലെവൽസ്. അതായത് ഒരു ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ നമുക്ക് ഡിഫറെന്റ് ലെവൽസിലായിട്ട് പ്ലാന്റ്സിനെ കാണാം. അപ്പോൾ ആ ഡിഫറെന്റ് ലെവൽസിലായിട്ട് എങ്ങനെ കാണുന്നത് ചോദിച്ചാൽ, ഏറ്റവും ടോപ്പിൽ, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് കനോപ്പി എന്ന് പറയുന്നത് മരങ്ങളായിരിക്കും. അപ്പം മരങ്ങളായിരിക്കും ഏറ്റവും ടോപ്പ് മോസ്റ്റ് കനോപ്പി വരുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ചെറിയ ചെറിയ ട്രീസ് ഉണ്ടാവും. അതിനുശേഷം നോക്ക്, അതിനുശേഷം ചെറിയ ട്രീസിന് ശേഷം ചെറിയ ഷബ്ബായിട്ടുള്ള ചെടികൾ ഉണ്ടാവും. അതിലും താഴെയായിട്ട് പിന്നീട് ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഗ്രാസ്. ഇങ്ങനെ വിവിധ തട്ടുകളായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഈ സ്ട്രാറ്റിഫിക്കേഷനെ കാണാൻ പറ്റുക. അപ്പം സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലെവൽസിലാണ്. ഇപ്പം ഗ്രാസ് ഒരു ലെവൽ, ഹെർബ്സ് ഒരു ലെവൽ, ഷബ്സ് ഒരു ലെവൽ, ട്രീസ് മറ്റൊരു ലെവലിലായിട്ട്. ഇനി അടുത്ത ഏതാ നോക്ക്, അടുത്ത ഹാബിറ്റാറ്റ് കഴിഞ്ഞു, സ്പീഷീസ് കോമ്പസിഷനായി, സ്ട്രാറ്റിഫിക്കേഷനായി. ഇനി നമ്മൾ പഠിക്കേണ്ടത് ട്രോഫിക് ലെവലിനെ കുറിച്ചാണ്.
അതായത് ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എങ്ങനെ ഡിവൈഡ് ചെയ്യും എന്നൊന്ന് നോക്കാം. അതാണ് ട്രോഫിക് ലെവൽസ് എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓർഗാനിസംസിനെ ഒരു സ്പെസിഫിക് പ്ലേസിൽ വെക്കും ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഓട്ടോട്രോഫിക്, എക്ടോട്രോഫിക്, ട്രോഫിക് ലെവൽ അല്ലേ, അതിനെയാണ് നമ്മൾ ട്രോഫിക് ലെവൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ട്രോഫിക് ലെവൽസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ NCERT-യിൽ കൃത്യമായിട്ടുണ്ട്. ഫസ്റ്റ് ട്രോഫിക് ലെവലാണ് പ്രൊഡ്യൂസ്. അതിൽ ആരൊക്കെ വരും നോക്ക്, ഫൈറ്റോ പ്ലാങ്ക്ടൺ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്ലാന്റ്സ്, ഗ്രാസ്, ട്രീസ് വരും. അതേപോലെ തന്നെ സെക്കൻഡ് ട്രോഫിക് ലെവൽ വരുന്നത് ഹെർബിവോഴ്സ് ആണ്. അതിനെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കാം. അതിൽ സൂ പ്ലാങ്ക്ടൺ ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, അതേപോലെ തന്നെ കൗ ഒക്കെ ഇതിലാണ് വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ നോക്ക് തേർഡ് ട്രോഫിക് ലെവൽ, അതിനെ സെക്കൻഡറി കൺസ്യൂമർ എന്ന് വിളിക്കും. അതിൽ വരുന്നതാണ് ബേർഡ്സ്, ഫിഷസ് ഒക്കെ തേർഡ് ട്രോഫിക് ലെവലിലാണ് വരുന്നത്. നാലാമത്തെ നോക്ക് ഫോർത്ത് ട്രോഫിക് ലെവൽ, അതിനെയാണ് ടെർഷറി കൺസ്യൂമർ എന്ന് വിളിക്കുക. അതിലാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലയൺ, ടൈഗർ, നമ്മളടക്കം വരുന്നത് ഈ ഫോർത്ത് ട്രോഫിക് ലെവലിലാണ്. അപ്പം ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന തട്ടായിട്ട് വരുന്നതിനെയാണ് ഈ ട്രോഫിക് ലെവൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്ട്രക്ചറിലേക്ക് പോയാൽ ഒരേ ഒരു കാര്യം കൂടി നമുക്കറിയാനുള്ളൂ. അതാണ് സ്റ്റാൻഡിങ് ക്രോപ്പും സ്റ്റാൻഡിങ് സ്റ്റേറ്റും. എന്താണ് ഈ സ്റ്റാൻഡിങ് ക്രോപ്പും സ്റ്റാൻഡിങ് സ്റ്റേറ്റും? നോക്ക്, ഒരു പർട്ടിക്കുലർ ടൈമിൽ നോക്ക് ചെടികളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിൻ്റെ എമൗണ്ടിനെയാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ അതിലടങ്ങിയിരിക്കുന്ന പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഉള്ളിലുള്ള ന്യൂട്രിയൻസിൻ്റെ എമൗണ്ട്. അങ്ങനെയെങ്കിൽ സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്താണ്? സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ടൈമിൽ മണ്ണിലടങ്ങിയ, നോക്ക് മണ്ണിൽ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, മണ്ണിലടങ്ങിയ ന്യൂട്രിയൻസിനെയാണ് സ്റ്റാൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി നമ്മൾ ഫങ്ഷൻസിലേക്കാണ് പോകുന്നത്. ഒരു എക്കോസിസ്റ്റത്തിന് 4 ഫങ്ഷൻസ്. ഓക്കെ, ഏതൊക്കെയാണ് 4 ഫങ്ഷൻസ്? പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഡീകമ്പോസിഷൻ ഉണ്ട്, എനർജി ഫ്ലോ ഉണ്ട്, ന്യൂട്രിയൻ സൈക്ലിംഗ് ഉണ്ട്. അതിൽ പ്രൊഡക്ടിവിറ്റീനെ കുറിച്ച് പറയുമ്പം റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷനെയാണ് പ്രൊഡക്ടിവിറ്റി. ബയോമാസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ജനിച്ചത് മുതൽ കഴിച്ച് ഉണ്ടാക്കിയെടുത്ത ബയോമാസ്, എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, വെള്ളം ഒഴുകിയുള്ളതിനാണ് നമ്മുടെ ബോഡിയിലുള്ളതിനെയാണ് ഈ ബയോമാസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നോക്ക്. ഒന്നെങ്കിൽ ഗ്രാം സ്ക്വയർ പെർ ഇയർ വെയിറ്റ് ആണെങ്കിൽ, എനർജി ആണെങ്കിലോ കിലോ കലോറി മീറ്റർ സ്ക്വയർ, ഓക്കെ, പെർ ഇയർ. ഇങ്ങനെയാണ് നമ്മൾ എനർജീനെ ബേസ് ചെയ്തിട്ടും വെയിറ്റിനെ ബേസ് ചെയ്തിട്ടും അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റി? ഒന്ന് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അതേപോലെ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അതിൽ പ്രൊഡ്യൂസർ ലെവലിലുള്ള പ്രൊഡക്ടിവിറ്റീനെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും കൺസ്യൂമർ ലെവലിലുള്ള പ്രൊഡക്ടിവിറ്റീനെ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്നും വിളിക്കാം. കണ്ടോ, പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ലെവൽ, അതായത് ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ടിവിറ്റിയാണ് പ്രൈമറി. അതേസമയം കൺസ്യൂമേഴ്സിന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റിയാണ് എന്ത്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റീനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നോക്ക്. പ്രൈമറി പ്രൊഡക്ടിവിറ്റീനെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ എമൗണ്ട്, ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയെടുത്ത ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊഡക്ടിവിറ്റിയാണ് ഗ്രോസ് പ്രൈമറി. അതേസമയം റെസ്പിറേഷൻ വഴി ബാലൻസ് എമൗണ്ടിനെയാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. നോക്കൂ, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിന്ന് റെസ്പിറേഷൻ എന്നുള്ള ആ ഒരു എനർജി ലോസ് ചെയ്താൽ കിട്ടുന്നതാണ് നെറ്റ് പ്രൈമറി. ആ NPP ആണ് ശരിക്കും ആർക്ക് കിട്ടുന്നത്? ആ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ് ശരിക്കും കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. റെഡി? അപ്പം അതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കേണ്ടത് 2ാമത്തെ കേസാണ്. അതായത് പ്രൊഡക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുന്നത് അവിടെയുള്ള പ്ലാന്റ് സ്പീഷീസ്, ആ ഏരിയയിലുള്ള പ്ലാന്റ് സ്പീഷീസ്. 2ാമതായിട്ട് നമ്മൾ പറയാനുള്ളത് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റിയും ചെടികളുടെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റിയും ഒക്കെ നമ്മളിതിൽ കൺസിഡർ ചെയ്യും. റെഡി? ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്തതാണ് ഫംഗ്ഷൻ ഡീകമ്പോസിഷൻ. എന്താണ് ഈ ഡീകമ്പോസിഷൻ? നോക്കൂ,
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ സിംപിളർ ഇനോർഗാനിക് ആക്കി മാറ്റുക. ഏതൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ മാറ്റുന്നതിനെയാണ് ഡീകമ്പോസിഷൻ. അപ്പോൾ എന്തിനെയാണോ ഡീകമ്പോസ് ചെയ്യുന്നത് അത് ആണ് ഡെട്രൈറ്റസ്. അപ്പോൾ ഡെട്രൈറ്റസ് എന്ന് പറയുന്നത് എന്താ? റോ മെറ്റീരിയൽ ഓഫ് ഡീകമ്പോസിഷൻ ആണ്, ഓഫ് ഡീകമ്പോസിഷൻ. അപ്പോൾ ആ ഡെട്രൈറ്റസിനെ ഡീകമ്പോസ് ചെയ്യുന്നവരെ എന്താ വിളിക്കുക? ഡെട്രിവോസ് അഥവാ ഡെട്രൈറ്റിവോസ്. ഇനി അതിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട് നോക്ക്. ഡീകമ്പോസിഷൻ 5 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. അതിൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെട്രൈറ്റിവോസ് അതായത് അവശിഷ്ടങ്ങളെ ആശ്രയിക്കുന്ന എർത്ത് വോം ഡെട്രൈറ്റസിനെ ചെറിയ പാർട്ടിക്കിളാക്കി മാറ്റും. അതായത് ബോഡി അഴുകി കൊണ്ടുവരിക എന്നുള്ള അർത്ഥം. അതാണ് ഫ്രാഗ്മെന്റേഷൻ. ഇനി ലീച്ചിങ്ങിൽ എന്താ സംഭവിക്കുക? വാട്ടറിൽ സോളിബിൾ ആവുന്ന ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഈ ഡെട്രൈറ്റസിൽ നിന്നും മണ്ണിന്റെ ഉള്ളിലേക്ക് കയറും. പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത അയോൺസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് നിലം ഉഴുതുമറിച്ചാൽ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. ഇനി മൂന്നാമത്താണ് കാറ്റബോളിസം. അവിടെ എന്താ സംഭവിക്കുക? ബാക്ടീരിയയും ഫംഗസും എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഡെട്രൈറ്റസിനെ ഡീകമ്പോസിഷൻ നടത്തി സിംപിളർ ഇനോർഗാനിക് സബ്സ്റ്റൻസുകളാക്കി മാറ്റും. ഇതിനെയാണ് കാറ്റബോളിസം. അതേസമയം ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ഡെട്രൈറ്റസിനെ ഡാർക്ക് കളറുള്ള ഒരു സബ്സ്റ്റൻസ് ആക്കി മാറ്റും. അതാണ് ഹ്യൂമസ്. ആ ഹ്യൂമസ് മെല്ലെ ഡീകമ്പോസിഷൻ നടക്കുള്ളൂ. ആ ഹ്യൂമസിന് ഡീകമ്പോസിഷൻ നടന്ന് ഈ ന്യൂട്രിയൻസ് ആക്കി മാറ്റുന്നതിനെയാണ് മിനറലൈസേഷൻ. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഡീകമ്പോസിഷനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. ഡീകമ്പോസിഷനെ കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് ആണ്. കാരണം ഡീകമ്പോസിഷൻ മെയിൻലി ഒരു ഓക്സിജൻ റിക്വയറിംഗ് പ്രോസസ്സാണ്. അതിൽ ഒന്ന് കെമിക്കൽ കോമ്പോസിഷൻ, ഒന്ന് ക്ലൈമറ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. അതിൽ നോക്ക്, കെമിക്കൽ കോമ്പോസിഷൻ അവിടെ നിൽക്കട്ടെ. ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ലിഗ്നിൻ കൊണ്ടും കൈറ്റിൻ കൊണ്ടും ഉണ്ടാക്കിയത് മെല്ലെ ഡീകമ്പോസ് ചെയ്യുള്ളൂ. അതേസമയം നൈട്രജൻ കൊണ്ട് ഉണ്ടാക്കിയൊക്കെ പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടക്കും. ഇനി ടെമ്പറേച്ചറും സോയിൽ മോയിസ്ചറുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻ. മറ്റൊരു കാര്യം കൂടെ നോക്കാം. മോയിസ്റ്റ് എൻവയൺമെന്റ് ഡീകമ്പോസിഷനെ സപ്പോർട്ട് ചെയ്യും. അതേസമയം എനോറോബിക് കണ്ടീഷനോ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ഡീകമ്പോസിഷൻ തടയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡീകമ്പോസിഷനെ കുറിച്ചുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടി. ഇനി എനർജി ഫ്ലോനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. എനർജി ഫ്ലോനെ കുറിച്ച് അറിയേണ്ടത്, സൂര്യനിൽ നിന്നും ജസ്റ്റ് 50% കുറവ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അതിനെ PAR ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിക്കും. ചെടികൾ ഈ 50% നിന്നും വെറും 2 to 10% മാത്രമേ വാങ്ങുള്ളൂ. ആ 2 to 10% ഉപയോഗിച്ചിട്ടാണ് ചെടികൾ ഫോട്ടോസിന്തസിസ് നടത്തി നമ്മുടെ ഭൂമിയെ നിലനിർത്തുന്നത്. ഇങ്ങനെ സൂര്യപ്രകാശത്തു നിന്ന് വരുന്ന എനർജി പ്രൊഡ്യൂസർ വഴി കൺസ്യൂമർ വഴി പോകുന്നത് എപ്പോഴും യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. അത് തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോയുമായിട്ട് കണക്ട് ചെയ്യും, സെക്കൻഡ് ലോയുമായിട്ടും കണക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എനർജി ഫ്ലോ നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഫുഡ് ചെയിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. 2 ടൈപ്പ് ഫുഡ് ചെയിനാണുള്ളത്. അതായത് ഫുഡ് കഴിക്കുന്ന ഒരു ജീവിയെ മറ്റൊരു ജീവി കഴിച്ചു പോകുന്ന ഫുഡ് ചെയിനിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഉണ്ട്, ഒന്ന് ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ ഉണ്ട്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് എപ്പോഴും എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ചെയിനാ? ഗ്രാസിൽ നിന്നും. അതായത് ഗ്രാസ് പ്രൈമറി ആയിട്ടുള്ള പ്രൊഡ്യൂസ്, ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഗ്രാസ് എന്ന് തുടങ്ങുന്നതാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. അതേസമയം ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെഡ് ഓർഗാനിക് മാറ്റർ എന്ന് തുടങ്ങുന്നതാണ് ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. ഇനി 2ന്റെയും കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ എനർജി മൂവ് ചെയ്യുന്നത് ഡെട്രൈറ്റസ് ഫുഡ് ചെയിനിലാണ്. അതേസമയം വെള്ളത്തിലേക്ക് വരുമ്പോൾ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ ഇല്ല. അപ്പോൾ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ് എനർജി ഫ്ലോ കൂടുതലായിട്ടും നടക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് ഫുഡ് വെബിനെ കുറിച്ചാണ്. ഒരുപാട് ഫുഡ് ചെയിനുകൾ ഇന്റർ കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ് ഫുഡ് വെബ്, ഓക്കെ, അല്ലെങ്കിൽ ഫുഡ് നെറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്ക്, എപ്പോഴും ഒരു ട്രോഫിക് ലെവലിന്റെ നമ്പർ മിനിമം നമ്മൾ എത്രയായിരിക്കും? എപ്പോഴും 10%-നെ ലോനെ ബേസ് ചെയ്തിരിക്കും. അതായത് ഒരു ട്രോഫിക് ലെവലിന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എപ്പോഴും 10% പോവുള്ളൂ. അതുകൊണ്ടാണ് ട്രോഫിക് ലെവൽസിന്റെ എണ്ണം കുറഞ്ഞു വരുന്നത്. കാരണം ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ജസ്റ്റ് 10% മാത്രമേ എനർജി പോകുന്നുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതാണ് ലോ ഓഫ് 10% എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ കാര്യം കൂടെ നമുക്ക് നോക്കാം. എക്കോളജിക്കൽ പിരമിഡിനെ കുറിച്ചാണ്. അതായത് ഒരു എക്കോസിസ്റ്റത്തിലെ ട്രോഫിക് ലെവലിനെ ഗ്രാഫിക്കലായിട്ട് ഒരു പിരമിഡിന്റെ ഷേപ്പിലാക്കുന്നതിനെയാണ് എക്കോളജിക്കൽ പിരമിഡ് അഥവാ
ഫുഡ് പിരമിഡ്. അത് 3 ടൈപ്പ് ഉണ്ട്. പിരമിഡ് ഓഫ് നമ്പർ, ബയോമാസ്, എനർജി പിരമിഡ്. നമ്പർ പിരമിഡിന്റെ പ്രത്യേകത നോക്ക്, എപ്പോഴും അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴും പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനേക്കാളും കുറവായിരിക്കും പ്രൈമറി കൺസ്യൂമർ, അതിനേക്കാളും കുറവായിരിക്കും സെക്കൻഡറി കൺസ്യൂമർ, അതിനേക്കാളും കുറവായിരിക്കും ടെർഷ്യറി കൺസ്യൂമർ. അപ്പോൾ അതൊരു അപ്രൈറ്റ് ആയിട്ടൊരു പിരമിഡ് ആയിട്ട് വേണമെങ്കിൽ കിട്ടും. അതേസമയം പിരമിഡ് ഓഫ് ബയോമാസ് നോക്ക്, എപ്പോഴും ഡ്രൈ വെയിറ്റിലായിരിക്കും അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ആ ഡ്രൈ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പം അത് നമുക്കൊരു പിരമിഡൽ ഫോമിൽ കിട്ടും. പക്ഷെ പിരമിഡ് ഓഫ് ബയോമാസ് നോക്ക് ഇൻവേർട്ടഡ് ആയിട്ട് വരാം. എവിടെ? ഒരു എക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ എപ്പോഴും പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആയിട്ട് വരാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്ക്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫൈറ്റോ പ്ലാങ്ക്ടൻസ്. ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസിൻ്റെ ആയുസ് വളരെ കുറവാണ് ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം, സ്മോൾ ഫിഷസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. ഫിഷസിനാണ് എന്ത് കൂടുതൽ? ആയുസ് കൂടുതൽ, ബയോമാസ് കൂടുതൽ. അപ്പം മുകളിലോട്ട് പോകുമ്പം അതിങ്ങനെ വലുതായിട്ടാണ് വരിക. അപ്പോൾ ഒരു എക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ എപ്പോഴും പ്രൊഡ്യൂസർ താഴെയാണെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണല്ലോ. ഫൈറ്റോ പ്ലാങ്ക്ടനേക്കാളും ബയോമാസ് കൂടുതൽ ആർക്കാ? സ്മോൾ ഫിഷസ്. അതിനേക്കാളും ബയോമാസ് കൂടുതൽ ആർക്കാ? ലാർജ് ഫിഷസ്. അപ്പോൾ അത് എപ്പോഴും ഇൻവേർട്ടഡ് ആവും. ഒരിക്കലും ഇൻവേർട്ടഡ് ആവാത്ത പിരമിഡാണ് പിരമിഡ് ഓഫ് എനർജി. കണ്ടോ? അത് എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുക ജൂളിലാണ്. അത് എപ്പോഴും 10% ലോനെ ബേസ് ചെയ്തിരിക്കും. എപ്പോഴും 10% വെച്ച് കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. ഒരിക്കലും അത് ഇൻവേർട്ടഡ് ആവില്ല. കാരണം ഒരു ട്രാഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രാഫിക് ലെവലിൽ എപ്പോഴും 10% വെച്ചേ പോവുള്ളൂ. എനർജിയുടെ ലോസ് ഉണ്ടാവും. ഇനി നമ്മൾ അറിയേണ്ടത് എക്കോളജിക്കൽ പിരമിഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരേ സ്പീഷീസ് ഒന്നിൽ കൂടുതൽ ട്രാഫിക് ലെവൽസിൽ വന്നാൽ, ഇപ്പം നെപ്പന്തസ് എന്താ അതിൻ്റെ പ്രത്യേകത? അത് ഒരേ സമയം പ്രൊഡ്യൂസറാണ്, ഒരേ സമയം കൺസ്യൂമറാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഒരു സിമ്പിൾ ഫുഡ് ചെയിൻ ആയിരിക്കും. ഗ്രാസ്, ഡിയർ, ടൈഗർ. അതേപോലെ തന്നെ ഒരു ഫുഡ് വെബിനെ അക്കോമഡേറ്റ് ചെയ്യാനോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ എക്കോളജിക്കൽ പിരമിഡ്സിന് പറ്റിയിട്ടില്ല. ഡീകമ്പോസേഴ്സ് ഒരിക്കലും എക്കോളജിക്കൽ പിരമിഡിൽ വരില്ല. കാരണം ഒരു പിരമിഡിൽ പ്രൊഡ്യൂസർ ആയിരിക്കും എപ്പോഴും ബേസിൽ, അതേപോലെ കൺസ്യൂമർ ആയിരിക്കും മിഡിൽ, കാർണിവോർ ആയിരിക്കും ടോപ്പിൽ. ഡീകമ്പോസേഴ്സിന് എവിടെയും നമ്മൾ കാണില്ല. അതൊക്കെ ഇതിൻ്റെ ഡീമെറിറ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്കോസിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. എക്കോസിസ്റ്റത്തിൻ്റെ ക്വിക്ക് റിവിഷൻ ഓക്കെ ആയോ? സോ താങ്ക് യു.